Very good morning, dear friends, once again. So, in the last class, we have learned what is floriculture, then the definition of floriculture, importance of floriculture, etc. And in today's class, we will discuss about the scope of floriculture, then cut and loose flowers, then flower arrangement, both fresh and dried flower arrangement, the process of drying, then propagation of orchids, then future perspectives of floriculture. So let's start with the scope of floriculture at first. So floriculture garden in the country yard is an integral part of the modern life, and thus ornamental plants have found a place in home garden. As far as flower trade is concerned, for cut flowers and loose flowers are used for vase decoration, and nowadays there is a craze for indoor decoration. അപ്പോൾ വേസ് എന്നുള്ള ഫ്ലവർ വേസിലാണ്. അപ്പോൾ കട്ട് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് സ്റ്റോക്ക് ആയിട്ടുള്ള ഫ്ലവർ, ലൂസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്റ്റോക്ക് ഫ്ലവേഴ്സാണ്. ഫ്ലവർ വേസിൽ അതൊക്കെ വയ്ക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, പല ഇൻഡോർ ഡെക്കറേഷൻ. ദെൻ ആസ് ഫാർ ആസ് ലൂസ് ഫ്ലവേഴ്സ് ആർ കൺസേൺ, ദീസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗാർലൻഡ് ബൊക്കെ, ആൻഡ് ദസ് ഡിമാൻഡ് ഓഫ് ഫ്ലവേഴ്സ് ഫോർ ദീസ് പർപ്പസസ് അൺഎൻഡിങ്. അപ്പോൾ നമുക്കറിയാലോ, ഒരു മാലയും ബൊക്കയില്ലാത്ത സ്വീകരണ പരിപാടികളൊന്നുമില്ല അല്ലേ. മാല കോർക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണെങ്കിൽ പോലും അവിടെ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ, ക്രിസ്തുവോ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ എന്തെങ്കിലും ഒരു ചർച്ചിൻ്റെ പടം, എന്തായാലും അതിനൊരു മാലയിട്ട് പ്രൈവറ്റ് ബസ്സിൽ പോലും നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇങ്ങനെ മാല അല്ലെങ്കിൽ ഗാർലാൻഡ്സിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഫ്ലവേഴ്സ് ആണ്, അതല്ല ബൊക്കെ. ദെൻ ദസ് ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്, take into consideration of the different points, that is bioaesthetic planning, then floral garden, indoor decoration, then social and religious functions, and the demand of floriculture plants is increasing day by day. ഇപ്പോൾ സോഷ്യൽ ഫംഗ്ഷൻ ആണ്. ഇപ്പോൾ ഒരു എന്താണ്, ഒരു വെഡിങ് അല്ലെങ്കിൽ ഒരു മന്ത്രിക്ക് സ്വീകരണം, അല്ലെങ്കിൽ ഇതിനൊരു യങ് സയൻറ്റിസ്റ്റ് അവാർഡ് കിട്ടി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവന്മാർക്ക് സ്വീകരണം, ഇവിടെയൊക്കെ പൂമാലകളുണ്ടാവും, അല്ലെങ്കിൽ ചെന്നം അല്ലേ. ഈ റിലീജിയസ് ഫംഗ്ഷൻ, ഒരു ഉത്സവം അല്ലെ, അമ്പലത്തിലെ ഉത്സവമായാലും പള്ളിയുടെ പെരുന്നാളായാലും ഇതൊക്കെ ഈ പൂക്കൾ കൊണ്ടാണ് അല്ലെങ്കിൽ. അപ്പോൾ ഈ പൂക്കൾ എത്ര കാലം ഉപയോഗിക്കുന്നോ അത്രയും കാലമൊക്കെ നമുക്ക് ഈ ഫ്ലോറിക്കൾച്ചർ ഡിമാൻഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്ലവേഴ്സിന് ഡിമാൻഡ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഫ്ലവേഴ്സ് എന്നുള്ളത് നമ്മളെ ഉപയോഗം ഒരിക്കലും നിർത്താൻ പോകില്ല. അതുകൊണ്ട് ഫ്ലോറിക്കൾച്ചറിൻ്റെ സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എന്താണ്, നമ്മൾ ഇപ്പോൾ പതിയെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. ഇനി നമ്മൾ നട്ടു വളർത്തി വീണ്ടും പുതിയതിലേക്ക് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യും നിയർ ഫ്യൂച്ചറിൽ. ദെൻ നേരത്തെ പറഞ്ഞ ലൂസ് ഫ്ലവറും കട്ട് ഫ്ലവറും ഒന്നുകൂടി ഒന്ന് വിശദമാക്കാൻ നോക്കി. ഡെഫിനിഷൻ നോക്കി. ലൂസ് ഫ്ലവേഴ്സ് ആർ ഹാർവസ്റ്റഡ് വിത്തൗട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. എക്സാമ്പിൾസ് വാർലേറിയ, ദെൻ ബെഡിൻഡാലിയ, കലോട്രോപ്പിസ്, ക്രൊസാൻഡ്ര, ജാസ്മിൻ, സൺഫ്ലവർ, ട്യൂബറോസ് എക്സെട്ര. ഇതിനകത്തൊക്കെ എടുക്കുമ്പോൾ, ഇപ്പോൾ സൺഫ്ലവറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ തണ്ട് നീളത്തിലല്ല, ഇപ്പോൾ റോസയൊക്കെ നമ്മൾ തണ്ട് നീളത്തിൽ മുറിക്കുന്നതൊക്കെ ചെറിയൊരു തണ്ടോടുകൂടി സ്റ്റോക്ക്. ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഗാർലാൻഡ്സ് ആൻഡ് ഓഫേർഡ് ഫോർ വർഷിപ്പ് അറ്റ് ഹോം ആസ് വെൽ ആസ് റിലീജിയസ് പ്ലേസസ്. ഈ കട്ട് ഫ്ലവേഴ്സ് നോക്കി. ആർ ഫ്രഷ് ഫ്ലവേഴ്സ്, ഫ്ലവർ ബഡ്സ് ഓർ സ്പൈക്സ്. അപ്പം അത് കട്ട് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലെ ഫ്ലവർ ആസച്ച് ആവാം, അല്ലെങ്കിൽ ബഡ് ആവാം, അല്ലെങ്കിൽ ആ എൻറ്റയർ സ്പൈക്ക് അല്ലെങ്കിൽ ആ ഇൻഫ്ലോറസൻസ് ആവാം. ഹാർവസ്റ്റഡ് എലോങ് വിത്ത് ദെയർ സ്റ്റോക്സ് അറ്റാച്ച്ഡ് ടു ദ ഫ്ലവേഴ്സ്. അപ്പോൾ സ്റ്റോക്കോടുകൂടി തന്നെ ആണ് ചെയ്യുന്നത്. ദ ലെങ്ത് ഓഫ് സ്റ്റോക്സ് ബീയിങ് സ്പെസിഫൈഡ് ടു ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ്. സോ എക്സാമ്പിൾ ഓഫ് കട്ട് ഫ്ലവേഴ്സ് ആർ അൽപീനിയ, അന്തൂറിയം, കാർണേഷൻ, ഗ്ലാഡിയോലസ്, ഓർക്കിഡ്, റോസ് എക്സെട്ര. ഇതൊക്കെ അറിയാവുന്നതാണല്ലോ. ഇപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഇപ്പോൾ ഓർക്കിഡും റോസ് നിങ്ങൾക്ക് അതായത് മനസ്സിൽ വരും. ഗ്ലാഡിയോലസിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കാണിക്കാം. ദെൻ ദേ ആർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ ബൊക്കെ ആൻഡ് ഫോർ വേസ്. ബൊക്കെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഫ്ലവർ വേസിൽ കുപ്പികൾ ഫ്ലവർ വേസിൽ ഇടാനൊക്കെയാണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. ദെൻ ഈ കട്ട് ഫ്ലവേഴ്സിന് കുറച്ചുകൂടി പറയാൻ നോക്കിയാൽ, ഫ്ലവേഴ്സ് ഗ്രോൺ സ്പെസിഫിക്കലി ടു ബി കട്ട് ആൻഡ് ഡിസ്പ്ലേഡ് ഇൻ വേസസ് ഓർ ഫോർ അതർ യൂസസ്. ദർ ഫ്രഷ് ഫ്ലവേഴ്സ് മേ ബി ഹാർവസ്റ്റഡ് ആൻഡ് സോൾഡ്. അപ്പോൾ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ടത് വിൽക്കും, അങ്ങനെയാണ് കേട്ടോ. When flower trade is concerned, different flowers like rose, chrysanthemum, gladiolus are demanded in the market as cut flower. അപ്പോൾ കട്ട് ഫ്ലവറിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് എന്താണ്? റോസ്, ക്രിസാന്തിമം, ഗ്ലാഡിയോളസിനൊക്കെയാണ്. അതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിക്കാം. വൈൽ ആസ്റ്റർ, ദെൻ ഗെല്ലാർഡിയ, മാരിഗോൾഡ് നമ്മൾ ബന്ദി അല്ലേ, ക്രിസാന്തിമം, ജാസ്മിൻ, നീറിയം ഒക്കെ ലൂസ് ഫ്ലവേഴ്സിനാണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുതൽ. ദെൻ plants growing for cut flowers require
good management in cultivation to produce healthy, disease-free, vigorous plants and durable cut flowers. ഇപ്പോൾ കട്ട് ഫ്ലവേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റുകൾക്ക് എപ്പോഴും നല്ല നറിഷ്മെൻ്റ് ഒക്കെ വേണം, അല്ലെങ്കിൽ ഡിസീസ് വരാതെ നോക്കണം. കാരണം എന്താണ്, സ്റ്റോക്കും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി വേണം. അതുകൊണ്ടാണ് ബിക്കോസ് ഫ്ലവേഴ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ലീവ് ഫോർ എ പീരീഡ് ആഫ്റ്റർ ബീയിങ് ഡിറ്റാച്ച്ഡ് ഫ്രം പാരന്റ്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വിഗ്രസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഡിസീസ് ഫ്രീ പ്ലാന്റ്സിന് എടുത്തില്ല എങ്കിൽ എന്താണ് ഈ അവസാനത്തെ, അതായത് കുറച്ചധികം നാളത്തേക്ക് ഈ ഫ്ലവർ നിൽക്കത്തില്ല എന്നുകൊണ്ട് മാത്രമാണ്. ഓക്കെ, it is critical that plants for cut flowers be cultivated with care so that at the time of harvesting the detached portion has appreciable nutritional result to depend on the same time. അപ്പോൾ എന്താണ്, ഫ്ലവർ നമ്മൾ സ്റ്റോക്കേ പാട് നിർത്തി, സ്റ്റോക്കിന് ഇപ്പോൾ ഒരു 6 സെൻറ്റിമീറ്റർ നീളമുള്ള സ്റ്റോക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഫ്ലവറിന് സ്റ്റോക്ക് ഇല്ലെങ്കിൽ എന്താണ്, അപ്പോൾ തന്നെ അത് വാടാനൊക്കെ തുടങ്ങും. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എന്താണ്, there should be some nutrients or nutritional reserves are be there in ദ സ്റ്റോക്ക് ഓൾസോ. അപ്പോൾ എന്താണ്, ഈ ഫ്ലവർ അത് കുറച്ചൊരു വെള്ളത്തിലൂടെ മുക്കി വയ്ക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഫ്ലവർ പെറ്റൽസ് കുറച്ചുകൂടി ഫ്രഷ് ആക്കി ആയിരിക്കാനാണ്. കാരണം എന്താണ്, അതിൻ്റെ ഫുഡ് ഈ പറഞ്ഞ പോലെ കുറച്ച് നേരത്തേക്കെങ്കിലും ഈ സ്റ്റോക്കിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കട്ട് ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻറ്റ് കൂടുതൽ. ദെൻ മാൽ നറിഷ്ഡ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് പ്യുവർ ക്വാളിറ്റി കട്ട് ഫ്ലവേഴ്സ് വിത്ത് ഷോർട്ട് ബേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലവർ പ്ലാന്റ് നറിഷ്ഡ് അല്ല, അല്ലെങ്കിൽ അതൊരു ഹെൽത്തി അല്ലെങ്കിൽ അതുകൊണ്ടുള്ള സ്റ്റോക്കിൻ്റെ അതിൻ്റെ ആ ഒരു ഡ്യൂറാബിലിറ്റി കുറയും. For high carbohydrate levels, cut flowers need a good fertilizer program in cultivation, proper temperature and light, quality and intensity and adequate moisture. അപ്പോൾ കട്ട് ഫ്ലവേഴ്സിന് ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കണം. ഫെർട്ടിലൈസർ, ടെമ്പറേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. Then diseases and pests should be effectively controlled since they not only reduce the value of products but also accelerate the deterioration and reduce the longevity of cut flowers. അപ്പം അസുഖങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, എന്താണ് അത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, പെസ്റ്റ് കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താണ് ഈ ഡിറ്റ്യൂറേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ചീത്തയായി പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡിസീസും പെസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നശിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ ഡ്യൂറബിലിറ്റി, ലെങ്ത്, ലോഞ്ചിവിറ്റിയൊക്കെ കുറയും. അപ്പോൾ ഡിസീസ് ഫ്രീ, പെസ്റ്റ് ഫ്രീ ആയിട്ട് നമ്മളെ ചെടികൾ വളർത്തണം എന്നുള്ളതാണ്. ദെൻ ബിക്കോസ് സ്പീഷീസ് ബ്ലൂം അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, ദ ഗാർഡനർ ക്യാൻ മെയിൻറ്റെയിൻ എ നിയർലി ഇയർ റൗണ്ട് ആക്റ്റീവ് കട്ടിംഗ് ഗാർഡൻ ത്രൂ ജുഡീഷ്യസ് സെലക്ഷൻ ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ജുഡീഷ്യസ് സെലക്ഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് ഇയർ അറൗണ്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അതനുസരിച്ചുള്ള പ്ലാന്റ്, ഇപ്പോൾ ഗ്ലാഡിയോലസും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇയർ അറൗണ്ട് നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് വളർത്തിയാൽ മാത്രമാണ് നമുക്ക് അതുകൊണ്ടുള്ള ഏണിങ്സ് അല്ലെങ്കിൽ ഇൻകം ഉണ്ടാവത്തുള്ളൂ എന്നുകൂടിയുള്ള നമ്മൾ അറിഞ്ഞിരിക്കുക. ദെൻ ഫ്ലവർ അറേഞ്ചിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ബൊക്കെ ആയാലും ശരി, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മളിപ്പോൾ ഫ്ലവർ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 4 ടൈപ്പ് ഓഫ് ഫ്ലവർ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മളതിൻ്റെ പുറകെ കൂടി വരാം. നോക്കിയാൽ ഫ്ലവർ അറേഞ്ചിങ് എന്നുള്ളത് നോക്കിയാൽ ഫ്ലവർ ഡിസൈൻ ആൻഡ് അറേഞ്ചിങ് ഇസ് ആൻ ആർട്ട്. Then throwing a couple of flowers together in a bunch produces a bouquet, but it takes creativity to use flowers to make a statement, influence mood or enhance the ambience and general decor of place. ഒരു ബൊക്കെ ഉണ്ടാക്കാനായിട്ട് വെറുതെ ചുമ്മാ കൂട്ടി വെച്ചാലും മതി. പക്ഷേ അതിനൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു അറേഞ്ച്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഭംഗിയായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും. ദെൻ ഫ്ലോറൽ ഡിസൈനേഴ്സ് ക്യാൻ ക്രിയേറ്റ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ഫോർ സ്പെസിഫിക് ഒക്കേഷൻസ്. അപ്പം അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഫ്ലോറൽ ഡിസൈനേഴ്സ് വെച്ചാൽ എന്താണ്, ഇപ്പോൾ കല്യാണത്തിനൊരു ടൈപ്പ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ഫ്യൂണറലിന് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ഉത്സവത്തിന് വേറെ ടൈപ്പ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ബർത്ത്ഡേ പാർട്ടിക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഫ്ലവർ, അങ്ങനെ അതൊക്കെ ഫ്ലോറൽ ഡിസൈനേഴ്സ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മളായ പോലും ആ ഒരു രീതിയിലുള്ള ഫ്ലവേഴ്സ് വെച്ചൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യത്തുള്ളൂ. ദെൻ അറേഞ്ച്മെൻറ്റ്സ് ആർ ഡിസൈൻ ഫോർ ഹാപ്പി ഒക്കേഷൻസ് സച്ച് ആസ് വെഡിങ് ആൻഡ് സാഡ് വൺ സച്ച് ആസ് ഫ്യൂണറൽസ്. അപ്പോൾ അതിനൊക്കെ വ്യത്യസ്ത ഫ്ലവറുകളും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്സും ആയിരിക്കും നടത്തുന്നത്. ദെൻ flowers such as roses may be displayed individually in tiny vases and thus do not require arrangement. അപ്പോൾ നമുക്കറിയാമല്ലേ, എവിടെയെങ്കിലൊക്കെ ഇപ്പോൾ കണ്ടല്ലേ, ഇപ്പോൾ ഒരു ഫ്ലവർ വേസിൽ ഒരു റോസ് ഫ്ലവർ മാത്രം വയ്ക്കണ ഇടപാടൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിനകത്ത് വേറെ അറേഞ്ച്മെൻറ്റ് വെറുതെ ആ വേസിൽ തന്നെ വച്ചാൽ മതി. നോക്കി പ്രിൻസിപ്പിൾസ് ഓഫ് ഫ്ലവർ ഡിസൈൻ എങ്ങനെയാണത് ഒരു പ്രിൻസിപ്പിൾ. അതിൻ്റെ ഇപ്പോൾ കുറേ പ്രിൻസിപ്പിൾസ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് ബാലൻസ്. അത് മാത്രം നമ്മളിപ്പോൾ പഠിച്ചാൽ മതി. ബാലൻസ് വേണമെന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ബാലൻസ് വേണമെന്ന് നോക്കി. ബാലൻസ് ഇൻ എ ഡിസൈൻ ഈസ് sought both in physical and visual terms. To achieve balance, the plant materials need to be physically
ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് അബൌട്ട് ആൻ ഇമാജിനറി സെൻട്രൽ ആക്സിസ് ഓർ പെർസീവ്ഡ് ആസ് സച്ച്. അപ്പം ഒരു ഇമാജിനറി സെൻട്രൽ ആക്സിസ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമാണ് ഫ്ലവർ നമ്മൾ അറേഞ്ച്. ഇപ്പോൾ നമ്മൾ ഓണത്തിന് നമ്മുടെ എന്താണ് ഇപ്പോൾ പൂക്കള മത്സരം ഉണ്ടല്ലേ, ഫ്ലോറൽ ഡിസൈൻ മത്സരങ്ങൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്താണ് ആദ്യം തന്നെ എന്താണ്, നിങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കോളേജിൽ പങ്കെടുത്താറല്ലേ അല്ലേ, ആദ്യം തന്നെ ഒരു ഡിസൈൻ ആദ്യം വരയ്ക്കും അല്ലേ, എന്നിട്ടൊരു ബാലൻസിന് ഇന്ന കളറുകളൊക്കെ ഇന്ന കളങ്ങളിൽ വേണം എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ അവിടെ പൂക്കളിടാൻ പോകുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ, ഈ ബാലൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ ഇത് ഷേപ്പ് ഒന്നും ഇല്ലാതെ നമ്മൾ പോയി ചുമ്മാ അങ്ങോട്ട് നശിച്ചു പോകും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. അപ്പോൾ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ടാക്കണ തന്നെയാണ് നമ്മൾ വേറെ ഫ്ലവറിൻ്റെ ഡിസൈനിങ്ങും വേറെ ചെയ്യുന്നത് ആലോചിച്ചാൽ മതി. ആൻഡ് ബാലൻസ് ഇൻ ഡിസൈൻ റിലേറ്റ് ടു ദ ഡിസ്പ്ലേസ് വിഷ്വൽ വെയിറ്റ് പ്രൊജക്റ്റഡ് ടു ദ വ്യൂവർ. ഇനി രണ്ട് തരത്തിലാണ്. ഇൻ എ സിമെട്രിക്കൽ ഡിസൈൻ വ്യൂവേഴ്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ഡിസ്പ്ലേ സീ സിമിലർ തിങ്സ്. സിമെട്രിക്കൽ ഡിസൈൻ ആണെങ്കിൽ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും നോക്കണവർക്ക് ഒരേപോലെ തോന്നും സിമെട്രിക്കൽ ഡിസൈൻ. ഇനി അസിമെട്രിക്കലാണെങ്കിൽ നോക്കിയേ, ഡു നോട്ട് ഓഫർ ദ സെയിം വ്യൂ ഫ്രം 2 ഡിഫറെൻറ്റ് ആംഗിൾസ്. അപ്പോൾ ഇതെന്താണ് അസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് ഒരു വ്യൂ ആയിരിക്കും, അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു വ്യൂ ആയിരിക്കും, വേറെ സൈഡിൽ നിന്ന് വേറെ, അപ്പോൾ ഡിഫറെൻറ്റ് വ്യൂ ആയിരിക്കും. അപ്പോൾ ആംഗിളുകൾ നോക്കുന്നതനുസരിച്ചിട്ട് ഫ്ലവറുകൾ മാറാമെന്ന് പറഞ്ഞാൽ എന്താണ്, ദോസ് ഫ്ലവേഴ്സ് ഓർ അറേഞ്ച്ഡ് ഇൻ അസിമെട്രിക്കൽ മാനർ. അങ്ങനെ അസിമെട്രിക്കലായിട്ട് മാറിയാൽ മാത്രമാണ് പല സ്ഥലത്തും പല വ്യൂ കിട്ടുള്ളൂ. സിമെട്രിക്കലാണെങ്കിൽ നമുക്ക് ഒരേ ആംഗിളിൽ നിന്ന് പല ആംഗിളിൽ നിന്ന് ഒരേ വ്യൂ തന്നെ കിട്ടും. അപ്പോൾ സിമെട്രിക്കലും അസിമെട്രിക്കലും നമ്മളൊന്ന് ഓർത്തിരിക്കുക. നോക്കി ഇനി വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്, അല്ലെങ്കിൽ ഈ ഫ്ലവർ അറേഞ്ച്മെൻറ്റിന് 4 പ്രധാനപ്പെട്ട ഫ്ലവേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലവർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ആർ യൂസ്, ബട്ട് ദീസ് ഫ്ലവേഴ്സ് ആർ ജനറലി കോൾഡ് ആസ് ലൈൻ ഫ്ലവേഴ്സ്, ഫോം ഫ്ലവേഴ്സ്, മാസ് ഫ്ലവേഴ്സ് ആൻഡ് ഫില്ലർ ഫ്ലവേഴ്സ്. വെരി ഇമ്പോർട്ടൻ്റ് ആണത്, ഇത്ര നോക്കിക്കോളണം. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നോക്കി ലൈൻ ഫ്ലവർ ഞാൻ നോക്കിയാൽ ഫ്ലവർ വിത്ത് എ സ്പ്ലൈസ് അറേഞ്ച്മെൻറ്റ്. എക്സാമ്പിൾ സ്പ്ലൈസ് അപ്പിയറൻസ് പറഞ്ഞാൽ എന്താണ്, ഒരു കണക്ഷൻ വേണം. നോക്കി ഇതിന് നോക്കി, ഇപ്പോൾ ലോങ് സ്റ്റോക്കൊക്കെ ആണല്ലേ, അപ്പോൾ ഗ്ലാഡിയോലസിന് അപ്പോൾ ഒരു കണക്ഷൻ വേണം, അതിനാണ് നമ്മൾ ലൈൻ നെയിം. ഫോം ഫ്ലവർ നോക്കിയാൽ ഫ്ലവർ വിത്ത് എ യുണീക്ക് ഷേപ്പ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് എ ഫോക്കൽ പോയിന്റ് ഇൻ ആൻ അറേഞ്ച്മെൻറ്റ് ഓർക്കിഡ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഫോം ഫ്ലവറാണ് ശരിക്കും കാണുന്നത്. എന്താണ് ആ ഫോം ഫ്ലവറാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. ഇനി അടുത്ത മാസ് ഫ്ലവർ നോക്കിയേ, that is usually round shaped and is used most abundantly in the arrangement. ആസ്റ്ററും റോസൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലവർ മാസ് എന്നുള്ളത് തന്നെ അറിയാലോ, കൂട്ടം. ഏറ്റവും കൂടുതൽ ഫ്ലവർ മാസ് ഫ്ലവേഴ്സ് ആയിരിക്കും. പക്ഷേ ഫോം ഫ്ലവറാണ് അതിൻ്റെ ഒരു ഫോക്കൽ വ്യൂ നമുക്ക് തരുന്നത്. ഇനി ഫില്ലർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. നോക്കി എ ഫ്ലവർ യൂസ് ടു കംപ്ലീറ്റ് an arrangement by filling in gaps to tie in the various aspects of design. എക്സാമ്പിൾ ഫാൻ ചുറ്റും നമ്മൾ ഇപ്പോൾ ബൊക്കയുടെ ഏറ്റവും പുറത്ത് നമ്മൾ എന്താ പറയുക ഇലകൾ വയ്ക്കൂലേ, ഇതിനെ നമ്മൾ ഫില്ലർ ഫ്ലവേഴ്സ്. അപ്പോൾ അത് വേണമെങ്കിൽ കോണിഫൈഡ് ഇപ്പോൾ പൈനസ് ആവാം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൊഡോകാർപ്പസിൻ്റെ ആണ് അല്ലെങ്കിൽ കുപ്രോസസൊക്കെയാണ് ഇപ്പോൾ സാധാരണ ഇതിൽ ഫില്ലർ ഫ്ലവേഴ്സ് ആയിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഫില്ലർ ഫ്ലവർ വേണമെങ്കിൽ ഫ്ലവർ തന്നെ ആവണമെന്നില്ല, ലീഫുകൾ പോവാം. ഇത് ലൈൻ എന്നുള്ളത് എന്താണ്, സ്ലൈസ് അപ്പിയറൻസ് വെച്ചാൽ കണക്ഷൻ വേണം. ഫോം എന്ന് പറഞ്ഞാൽ ഫോക്കൽ പോയിൻ്റ് ആണ്. മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അബണ്ടൻ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് മാസ് ഫ്ലവറാണ്. ഫില്ലർ എന്ന് വെച്ചാൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഉള്ള ഫില്ലർ ഫ്ലവർ. ഒന്നുകൂടി എളുപ്പത്തിൽ കൃത്യമാക്കും. നോക്കിയേ ഫില്ലർ ഫ്ലവർ നോക്കിയത് ഇതുണ്ട്, ഇതൊക്കെ ഫില്ലറാണ്. ഈ ഫേണുകളൊക്കെ ഫില്ലറാണ്. ദെൻ മാസ് ആണ്, റൗണ്ട് ഫ്ലവേഴ്സ്, റോസ് കണ്ട മാസ് ഫ്ലവേഴ്സാണ്. ഇനി ഫോം എന്നുള്ള ഇവിടെ ഒരു ആപ്പിൾ വെച്ചേക്കണം, ഇവിടെ ഒരു ഓർക്കിഡാന്ന് വിചാരിക്കുക, ഇതാണ് ഫോം. ഇങ്ങനെ ഒരു 3-4 ഇവിടെ ഒരു ഫോം ഉണ്ട്, അങ്ങനെ 3-4 ഫോം ഉണ്ട്. പക്ഷേ ചുറ്റും മാസ് ഫ്ലവേഴ്സ് കൂടുതൽ ഉണ്ടാവും. ഇനി ലൈൻ ഫ്ലവർ നോക്കി, ഇപ്പോൾ ഗ്ലാഡിയോസ് വരുന്നത് ഇതും ലൈൻ ഫ്ലവറാണ് അല്ലേ. ലൈൻ എന്ന് പറയുന്ന ഒരു കണക്ഷൻ വേണം, ഇത് ലൈനാണ്, ഇതും ലൈനാണ്. ഇനി ഇതെന്താണ്, ഇതിനെ നമ്മൾ എന്ത് പറയും, ഏറ്റവും പുറത്തുള്ളതിനെ നമ്മൾ ഫില്ലർ എന്ന് പറയും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വയ്ക്കും. ഇത് 4 ഫോം, ഫില്ലർ, മാസ് ആൻഡ് ലൈൻ, മറന്നു പോരുത്. ദെൻ ചൂസിങ് ഫ്ലവേഴ്സ് നോക്കി. ഇനി എങ്ങനെയാണ് ഫ്ലവേഴ്സ് ചൂസ് ചെയ്യുന്നത്? ഫ്ലവേഴ്സ് ഷുഡ് ബി ചോസൺ with the occasion and the shape of the design in mind. In certain cultures, specific flowers are associated with funerals. Consequently, it would be an unfortunate mistake to present these flowers at a wedding. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ശവസംസ്കാര ചടങ്ങുകളിൽ ഫ്യൂണറലിനൊക്കെ ചില വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് കൂടുതൽ, അതിന് മാത്രമാണ് ചില ഫ്ലവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വെഡ്ഡിങ് ഫംഗ്ഷന് തലയിൽ കൊണ്ട് കൊടുക്കുന്നത് അശുഭകരമായിരിക്കും. അത് അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൂസിങ് ഫ്ലവേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മുടെ ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇങ്ങനെയൊക്കെ ചില ഫ്ലവേഴ്സിൻ്റെ ചില ഫ്ലവർ ടേബിൾ മാനേഴ്സ് എന്ന് പറയുന്ന ഫ്ലവർ മാനേഴ്സൊക്കെ അവിടെ ഉണ്ട്. മനസ്സിലാവണല്ലേ, ഇന്ന ഫ്ലവേഴ്സിന് തന്നെ കൊടുക്കാൻ പാടുള്ളൂ, ബർത്ത്ഡേ ഗിഫ്റ്റ് ഇന്ന ഫ്ലവറൊക്കെയാണ്. അതങ്ങനെ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അവരുടെ രീതികൾ. നോക്കിയേ, സം ആർ യൂസ് ടു ക്രിയേറ്റ് ദ സ്കെലിറ്റൽ സ്ട്രക്ചർ. ഇനി നമ്മൾ ലൈനും ഫോമും മാസൊക്കെ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കാൻ നോക്കിയേ. സ്കെലിറ്റൽ സ്ട്രക്ചർ ഓർ ഫ്രെയിം വർക്ക് ഓഫ് ദ ബേസിക് ഡിസൈൻ ആൻഡ് ആർ കോൾഡ് ആസ്
ലൈൻ ഫ്ലവർ. അപ്പോൾ ലൈൻ ഫ്ലവേഴ്സ് നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെ പറയണം? ഈ ആദ്യത്തെ ഡെഫിനിഷൻ പറയണം. എന്താണ് ലൈൻ എന്നുള്ളത് നോക്കിയേ. സ്പ്ലൈസ് അപ്പിയറൻസ് ആണ് പറയണം. അത് കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് ഇത്? സ്കെലറ്റൽ സ്ട്രക്ചർ ആണെങ്കിൽ ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ ബേസിക് ഡിസൈൻ ആണ്. അതിനാണ് നമ്മൾ ലൈൻ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ദ എസ്റ്റാബ്ലിഷ് ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഓഫ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ എന്തുമാത്രം വലിപ്പമുണ്ട്, പൊക്കമാണ്, നീളമെന്നൊക്കെ അറിയണത് ഈ പറഞ്ഞ ലൈനാണ്. അപ്പോൾ ഗ്ലാഡിയോലസിൻ്റെ ഒരു പൂങ്കുല നിങ്ങൾ ആലോചിച്ച് നോക്കുക, നീളത്തിലുള്ളത്. അതാണ് നമ്മൾ ലൈൻ ഫ്ലവർ എന്ന് പറയുന്നത്. നോക്കിയേ, ദ പ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഫസ്റ്റ് ഫ്ലവർ ക്രിയേറ്റ്സ് ദ ഹൈറ്റ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ ഇതൊന്നും ആലോചിക്കുക. ഒരു ബൊക്കെ ഉണ്ടാക്കുകയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 4 പ്രധാനപ്പെട്ട ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരു ലീഫ്. ഇപ്പോൾ ഒരു പോഡോകാർപ്പസ് ലീഫ് എന്നുള്ളത് നമ്മൾ ഏറ്റവും അവസാനത്തെ ഫില്ലർ വെച്ചിട്ട് ബാക്കി 3 ടൈപ്പ് ഓഫ് ഫ്ലവർ വെച്ചൊരു ബൊക്കെ ഉണ്ടാക്കുകയാണ് നമ്മൾ ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എന്ത് വെച്ചു? ഒരു ലൈൻ ഫ്ലവേഴ്സ് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു. ദെൻ ദ പ്രോപ്പർ പ്ലേസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ഫ്ലവർ ക്രിയേറ്റ്സ് ഹൈറ്റ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഫ്ലവർ നടുക്കുന്നുണ്ടാക്കണം. ശരിയാണ്, പക്ഷേ ഇത് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഏത്? ആദ്യം നമ്മൾ ലൈൻ വെച്ചു. ദെൻ ഫ്ലവേഴ്സ് ആർ അറേഞ്ച് ബൈ വർക്കിംഗ് ഡൗൺ ഫ്രം ദ ടോപ്പ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് ടു ദ കണ്ടെയ്നർ. കണ്ടെയ്നർ പറഞ്ഞാൽ നമ്മൾ ആ ബൊക്കെ ആ ഒരു പിടിക്കുന്ന സ്ഥലം ആലോചിച്ചാൽ മതി. Then the focal point in the display is provided by an exotic, unique or very attractive flower. Orchid അല്ലെങ്കിൽ പോട്ടിയ. These flowers are called as foam flowers. അപ്പോൾ ഫോം ഫ്ലവർ ആണ് നമുക്കൊരു ഫോക്കൽ പോയിന്റ് തരുന്നത്. സ്വാഭാവികമായിട്ടും ഓർക്കിഡുകളാണ് കൂടുതലും വയ്ക്കുന്നത്. ഇനി the bulk of the remainder of an arrangement is occupied by the base flower, which is the most abundant in the overall arrangement. അതിന് നമ്മൾ മാസ് ഫ്ലവേഴ്സ് എന്ന് പറയും. അപ്പോൾ നേരത്തെ ആസ്റ്റർ അല്ലെങ്കിൽ റോസസ് ഒക്കെയാണ്. എന്താണ് ഫ്ലവേഴ്സ് യൂസ്ഡ് ഇൻ ദിസ് ഫാഷൻ ഇസ് കോൾഡ് ആസ് മാസ് ഫ്ലവേഴ്സ്. അപ്പം ആദ്യം നമ്മൾ എന്ത് വെച്ചു? ലൈൻ വെച്ചു. അതിൻ്റെ അകത്ത് ഫോക്കൽ പോയിന്റിലേക്കുള്ള ഫോം ഫ്ലവർ വെച്ചു, ഓർക്കിഡ് വെച്ചു. പിന്നെന്താണ് കുറേ മാസ് റൗണ്ട് ഫ്ലവേഴ്സ് വെച്ചു. എന്നിട്ട് നമ്മൾ മാസ് എന്നുള്ളത് ഒരു കൂട്ടം ഫ്ലവേഴ്സാണ് അല്ലേ, മാസ് ഫ്ലവേഴ്സ് വെച്ചു. ദെൻ ആഫ്റ്റർ ദീസ് 3 categories of flowers have been incorporated, spaces may occur in the design, causing the overall appearance at this stage to be squares and somewhat fragmented. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ഫില്ലറുകൾ വയ്ക്കണം. നോക്കിയാൽ സംടൈംസ് നോൺ പ്ലാന്റ് മെറ്റീരിയൽ, എക്സാമ്പിൾ വയർസ് ആൻഡ് ഫോം യൂസ്ഡ് ഇൻ ദ ഡിസൈൻ റിമെയിൻ എക്സ്പോസ്ഡ് ഇൻ എ മാനർ ദാറ്റ് റെഡ്യൂസസ് ദ ഈസ്തെറ്റിക് വാല്യൂ. അപ്പോൾ നെക്സ്റ്റ് നോക്കിയേ, ദീസ് ഗ്യാപ്സ് ആൻഡ് റഫ് എഡ്ജസ് ക്യാൻ ബി കവേർഡ് ബൈ യൂസിങ് ഫില്ലർ ഫ്ലവേഴ്സ് സച്ച് ആസ് പാംസ്, ഫേൺ ആൻഡ് കോണിഫേഴ്സ്. കോണിഫേഴ്സിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്, CONI, കോണിഫേഴ്സ്. അപ്പോൾ ഇത് നമുക്കറിയാം അല്ലേ, എന്താണ് ഈ ഉറക്കേറിയ പോലെ അല്ലെങ്കിൽ പോഡോകാർപ്പസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഫില്ലറായിട്ട് വരുന്നത്. Then other design elements to consider are color, texture and pattern of both plant materials and the container. Color, texture, അപ്പോൾ കളറിനൊരു കോമ്പിനേഷൻ ഒക്കെ വേണം അല്ലേ. Then plant parts, ഇത് വെജിറ്റേറ്റീവ് ആവാം, ഫ്ലവേഴ്സ് ആവാം. വെജിറ്റേറ്റീവ് എന്ന് പറയുന്നത് സ്റ്റോക്കും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ റോസയാണെങ്കിൽ എന്താണ് റോസയുടെ കൂടി 2 ലീഫൊക്കെ ഉണ്ടാവും അല്ലേ, 2 ലീഫും കൂടി ഉണ്ടാവും റോസയുടെ കൂടെ. അപ്പോൾ അത് വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഡിഫർ ഇൻ ടെക്സ്ചർ റിലേറ്റഡ് ടു ഫിസിക്കൽ സ്ട്രക്ചർ, ഷേപ്പ് ആൻഡ് ഫോം ആൻഡ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്. The way flowers are arranged can also impact the texture of the design. Color, an element that has strong visual effect, can be warm, red അല്ലെങ്കിൽ yellow അല്ലെങ്കിൽ cool ആണെങ്കിൽ blue green. Then plant foliage varies in pattern due to color variation or arrangement of leaf parts. Then dark colors should be placed near the container and light colors on top. അപ്പോൾ ഏറ്റവും മുകളിൽ ടോപ്പ്, അപ്പോൾ ഒരു ഫ്ലവർ വേസിലാണെങ്കിൽ ഏറ്റവും മുകളിൽ ലൈറ്റ് കളറും താഴെ ഏറ്റവും ഈ കണ്ടെയ്നറിൻ്റെ അടിവശത്തേക്ക് വരുമ്പോൾ ഡാർക്ക് കളറും ആയിരിക്കും. ഇതൊക്കെ പറയുന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും നമ്മൾ ലൈൻ, ഫോം, ഫില്ലർ ആൻഡ് മാസ് എന്നുള്ളത് ആലോചിക്കുക. അതിൻ്റെ എക്സാമ്പിൾ പറയുക, അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ മനസ്സിൽ കാണുക കേട്ടോ. ഇനി അതിൻ്റെ ഒരു ഫിഗർ, ഒരു ബൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, നോക്കട്ടെ. Then comes dried flowers. ഇപ്പോൾ ഇത്ര നാൾ നമ്മൾ പറഞ്ഞത് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ്. ഇനി ഡ്രൈഡ് ഫ്ലവേഴ്സ് നോക്കാം. നോക്കിയേ, ഗാർഡൻ പ്ലാന്റ്സ് ബ്രൈറ്റൻ ദ ലാൻഡ്സ്കേപ്പ് വിത്ത് ദെയർ വൈഡ് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് ടെക്സ്ചേഴ്സ് ആൻഡ് മേ ബി കട്ട് ആൻഡ് യൂസ് ഫ്രഷ് ഇൻഡോർസ് ഇൻ കണ്ടെയ്നേഴ്സ്. ഇതാണ് നമ്മൾ പഠിച്ചത്. ദെൻ സം സ്പീഷീസ് മേ ബി കട്ട് ആൻഡ് ഡ്രൈഡ് ആൻഡ് യൂസ്ഡ് ജസ്റ്റ് ലൈക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് ഇൻ എ വെറൈറ്റി ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. ഇൻ ദിസ് വേ ഫ്ലവേഴ്സ് ക്യാൻ ബി എൻജോയ്ഡ് ഇയർ റൗണ്ട്. അപ്പോൾ ചിലത് ഉണക്കി നമ്മൾ സൂക്ഷിക്കും, ഡ്രൈ ആക്കി. അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ആൻഡ് കട്ട് ആൻഡ് ഡ്രൈഡ് ഫ്ലവേഴ്സ് യൂഷ്വലി ലോസ് ദെയർ സെൻറ്റ് ബട്ട് ഫ്രീക്വൻ്റ്ലി മെയിൻറ്റെയിൻ ദർ കളർ. അപ്പോൾ ഇതെന്താണ്, ഈ കട്ട് ഫ്ലവേഴ്സിന്
ഡ്രൈഡ് ഫ്ലവേഴ്സിന് എന്തൊരു പ്രശ്നം, ഓർഡർ അല്ലെങ്കിൽ ഒരു ഫ്രാഗ്രൻസ് സ്മെല്ല് എന്നുള്ളത് നഷ്ടപ്പെടും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ അതിൻ്റെ ഒരു വിഗർ കളറും കിട്ടും. ചില പ്ലാന്റ്സ് അങ്ങനെ, ചില ഫ്ലവേഴ്സ് അങ്ങനെയുണ്ട്. നമ്മൾ ഊട്ടി എന്ന് പറയണില്ലേ, ആ പ്ലാന്റ്, ഊട്ടി പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡ്രൈ പ്ലാന്റ്, ഡ്രൈ ഫ്ലവറിലെ ആസ്ട്രേസിയയിലെ, അതിനൊരു ഉദാഹരണം. ദെൻ പ്രിപ്പയറിംഗ് ഫ്ലവേഴ്സ് ഇൻ ദിസ് വേസ് മീൻസ് ഓഫ് പ്രിസർവിങ് ദം. Okay, drying in different types of drying, and flowers may be dried by natural or artificial means. One method may suit particular species more than others. Flowers should be cut in dry weather and when they are not covered with dew. ഇത് കട്ട് ചെയ്ത് ശ്രദ്ധിക്കണം, ഡ്രൈ വെതറിലായിരിക്കണം കട്ട് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ആക്കണം. മഴ പെയ്യണപ്പോഴോ ഡ്യൂ ഉള്ള സമയത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ജലാംശം കൂടുതലായിരിക്കും, പിന്നെയും അത് ഉണങ്ങാൻ ടൈം പിടിക്കും എന്നുള്ളത് അറിഞ്ഞോളണം. നാച്ചുറൽ ഡ്രൈ നോക്കിയേ, ടു ഡ്രൈ നാച്ചുറലി ഫ്ലവേഴ്സ് ആർ കട്ട് ആൻഡ് ഹങ് അപ്പ് സൈഡ് ഡൗൺ, അതായത് സ്റ്റോക്ക് മുകളിൽ പിടിച്ചിട്ട് താഴത്തേക്ക് തൂക്കിയിടാണ്. ഇൻ ബഞ്ചസ് ഓർ സിംഗ്ലി ഇൻ എ റൂം ദാറ്റ് ഈസ് ഡ്രൈ ആൻഡ് വെൽ വെന്റിലേറ്റഡ് അണ്ടിൽ ദ ഫീൽ ഡ്രൈ ആൻഡ് ക്രിസ്പ്. വെറുതെ കെട്ടി തൂക്കിയിട്ടാലും ഉണങ്ങും അല്ലേ. എല്ലാ പ്ലാന്റിനും എല്ലാ ഫ്ലവറിനും പറ്റത്തില്ല കേട്ടോ, ചുമ്മാ നിങ്ങൾ അത്ര ആലോചിക്കേണ്ട. ഈ സീറോ ക്രൈസം എന്നുള്ള പ്ലാന്റ് ഉണ്ട്, സീറോ ക്രൈസം നമ്മുടെ ഊട്ടി പ്ലാന്റ്, അങ്ങനെ ഡെൽഫിനിയും ഇതിനൊക്കെ പറ്റും. ആൻഡ് സ്പീഷീസ് ദാറ്റ് മേ ഡ്രൈഡ് നാച്ചുറലി ഇൻ ഗുഡ് ലൂപ്പിൻസ്, ഇവിടെ ഉള്ളത് ഡെൽഫിനിയം കാണിച്ചു തരാം. സീറോ ക്രൈസമാണ് നമ്മുടെ ഊട്ടി പ്ലാന്റ് എന്ന് പറയുന്നത്. ആൻഡ് സം സ്പീഷീസ് റിക്വയർ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറിങ് ഡ്രൈയിങ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രാഞ്ചിയ ഫ്ലവേഴ്സ് ഡ്രൈ ടു ദ ബെസ്റ്റ് ക്വാളിറ്റി വെൻ ഡ്രൈഡ് വിത്ത് സ്റ്റെംസ് ഇൻ വാട്ടർ. അപ്പോൾ എന്താണ്, ഹൈഡ്രാഞ്ചി ഡ്രൈ ആവണമെങ്കിൽ ആ കട്ട് ചെയ്യുന്ന സ്റ്റെമ്മില്ലേ, സ്റ്റെം വെള്ളത്തിൽ വെച്ചിട്ട് വരുമ്പോഴാണ് സാധാരണ ഫ്ലവർ നാച്ചുറൽ ഡ്രൈ ആവണമെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ ചില ഇപ്പോൾ തല ഊത്തി നിർത്തലും കെട്ടിത്തൂക്കലും വെള്ളത്തിൽ മുക്കി പിടിക്കലൊക്കെ വളരെ സ്റ്റെമ്മ് വെള്ളത്തിൽ വെക്കുന്നതൊക്കെ ഡ്രൈയിങ് പ്രോസസ്സാണ്. ഇനി വേറെയും ഡ്രൈയിങ് മെത്തേഡ്സ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ കെമിക്കൽ ഡ്രൈ. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് എയർ ഡ്രൈയിങ് സ്പെഷ്യൽ ഡ്രൈയിങ് ഏജൻറ്റ്സ് മേ ബി യൂസ് ടു ക്വിക്ക്ലി ഡ്രൈ കട്ട് ഫ്ലവേഴ്സ്. അപ്പോൾ കട്ട് ഫ്ലവേഴ്സ് പെട്ടെന്ന് ഡ്രൈ ആക്കാനായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ ഐസ് ഇടുന്ന മത്സ്യത്തിൽ ഐസ് ഇടുന്നത് എന്തുകൊണ്ടാണ്, ചീത്തയാകാതിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ അതേപോലെ ചില കെമിക്കൽസ് ഇടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഡ്രൈയിങ് ഏജൻസ് ആർ സിലിക്ക ജെൽ ക്രിസ്റ്റൽസ് ഓർ പൗഡർ സിലിക്ക ആൻഡ് മിക്സ്ചർ ഓഫ് സിൽവർ സാൻഡ് ആൻഡ് ബൊറാക്സ്. ഇത്തരം സാധനങ്ങളൊക്കെ ഇടും. നോക്കിയാൽ കെമിക്കൽ ഡ്രൈയിങ് ഈസ് ഡൺ ഇൻ എ ബോക്സ്. ഒരു ബോക്സിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് about an inch deep 2 cm deep ആയിട്ടുള്ള ലെയർ ഓഫ് ഡ്രൈയിങ് ഏജന്റ് is placed in the bottom of box before placing the plant or flower inside. ഇത് തന്നെയാണ് നമ്മുടെ ഇടപാട്. എന്താണ്, മാങ്ങയൊക്കെ പഴുപ്പിക്കാനായിട്ട് ആദ്യം പെട്ടിയിലകത്ത് എന്താണ് ആ കെമിക്കലിൻ്റെ പേര് ഞാൻ പറഞ്ഞത്, അത് ആദ്യം വിതറും പിന്നെ മാങ്ങ കൊള്ളിടും എന്ന് പറഞ്ഞ പോലെ ഇത് ഡ്രൈ ആക്കാൻ ആദ്യം തന്നെ ഈ പറഞ്ഞ ബൊറാക്സോ സിൽവറോ അല്ലെങ്കിൽ ഈ സിലിക്ക ജെൽസോ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ഫ്ലവേഴ്സ് അടുക്കി വയ്ക്കും. അഡീഷണൽ ഡ്രൈയിങ് ഏജന്റ് ഈസ് ദെൻ സ്പ്രെഡ് കെയർഫുള്ളി ഓവർ ദ ടോപ്പ്. ഏറ്റവും മുകളിലും ഡ്രൈയിങ് ഏജന്റ് ഇടും. The box is set in a warm place for about 3 days to complete the drying process. Flowers that can be dried chemically include delphinium, pelargonium, rose, etc. ഇതൊക്കെ ഡ്രൈ ആക്കാനായിട്ട് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട്. നോക്കിയതാണ് സീറോ ക്രൈസം. ഇത് ഡ്രൈ ആണ് കേട്ടോ, ഡ്രൈഡ് ആണ്. നമുക്കറിയാമല്ലോ, ഊട്ടിയിലൊക്കെ നിങ്ങൾ കണ്ടല്ലേ ബഞ്ച്, ഇത് 20 രൂപയ്ക്ക് കിട്ടും ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ, സീറോ ക്രൈസം. ഈ ഡെൽഫീനിയം ഇതുപോലെ തന്നെ ഇത് ഉണക്കിയാലാണ്, ഇത് ഫ്രഷാണ്, ഉണക്കാൻ പറ്റും. ഇനി ഡ്രൈഡ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്. ഡ്രൈഡ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ഫ്രഷ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ് പോലെ തന്നെയാണ് കേട്ടോ. ഡ്രൈഡ് ഫ്ലവർ മേ ബി അറേഞ്ച്ഡ് ഇൻ ഡ്രൈ വേസസ് ജസ്റ്റ് ആസ് ഫ്രഷ് കട്ട് ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ്. ദേ മേ ബി അറേഞ്ച്ഡ് ഇൻ ബൊക്കെ ആസ് ആൻഡ് wall displays after fastening them to decorative bags. Pressed leaves and flowers may be laminated, which extends the life of the product and arranged in an album. ഇങ്ങനെയൊക്കെ ചെയ്യാം. Then dried flowers should be handled with care since they are more delicate than fresh flowers. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, പെട്ടെന്ന് ഡെലിക്കേറ്റ് ആണല്ലോ ഡ്രൈ. കാരണം എന്താണ്, ഇതിൻ്റെ പെറ്റൽസ് ഒക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. കൃത്യമായിട്ട് ലൈൻ, ഫോം, ഫില്ലർ ആൻഡ് മാസ് എന്നുള്ളത് ശരിക്കും പഠിക്കണം. ഒരു ബൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് പഠിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ഒരു ഫിഗർ ഞാൻ തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ഫോട്ടോഗ്രാഫ് അതിനകത്ത് വെച്ചിട്ടുള്ളത്, അത് വെച്ച് നോക്കിയാൽ മതി. ഇനി ഒന്ന് ഗൂഗിളിൽ നിന്ന് ഒരു ബൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാൻ നോക്കും. അല്ലെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. എന്നിട്ട് അതെങ്ങനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചാലും മതി. ഓക്കെ, ദെൻ we move on to cultivation of orchids. ഒരു 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് നിർത്താം.
നോക്കിയേ 2-3 സ്ലൈഡ് കൂടി ഉള്ളൂ, പെട്ടെന്ന് നിർത്താം. ഓർക്കിഡ്സ് ആർ കൺസിഡേർഡ് ടു ബി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കൾട്ടിവേഷൻ. എന്തുകൊണ്ടാണ് കൾട്ടിവേഷൻ ഇമ്പോർട്ടൻ്റ് ആകാൻ കാരണം നോക്കി, കൺസിഡേർഡ് ടു ദ വേൾഡ്സ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് വിത്ത് ലോങ് കീപ്പിംഗ് ക്വാളിറ്റി ആൻഡ് ആർ ഗ്രോ ആസ് പെരിനിയൽ ഹെർബ്സ് അല്ലേ, കുറേ നാൾ കീഴുകൊണ്ടിരിക്കും. നിയർലി 25,000 സ്പീഷീസ് ഓഫ് ഓർക്കിഡ്സ് ഇൻ 730 ജനറ ബിലോങ്ങിങ് ടു ദ ഫാമിലി ഓർക്കിഡേസിയ. ബിസൈഡ് സോ മെനി ഹൈബ്രിഡ്സും കുറേ ഉണ്ട്. ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്, നിങ്ങൾ ഇത്രയൊന്നും പഠിക്കണമെന്നില്ല, ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഓർക്കിഡ്സിനെ കുറിച്ച് പോകുമ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓർക്കിഡ് ഗ്രോസ് ആസ് എപ്പിഫൈറ്റ്സ്, ടെറസ്ട്രിയൽ, ലിത്തോഫൈറ്റ്സ് ആൻഡ് സാപ്രോഫൈറ്റ്സ്, ഇതുപോലെയൊക്കെ വളരും. And orchids exhibit 2 types of growth habits based on their style of vegetative growth and as follows. ഒന്നെന്താണ് മോണോപോഡിയിലും അടുത്തത് സിംബോഡിയിലും. നമ്മൾ ജിംനോസ്ഫിയമിലെ മോണോപോഡിയൽ ബ്രാഞ്ചിങ് പഠിച്ചെന്താണ്, എ ടഫ്റ്റ് ഓഫ് ലീവ്സ് അറ്റ് അല്ലെങ്കിൽ എ ടഫ്റ്റ് ഓഫ് ബ്രാഞ്ചസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റെം ആണ് മോണോപോഡിയൽ. സിംബോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്, വിഗ്രസ്ലി ബ്രാഞ്ചിങ് ആണ്. ഇവിടെ മോണോപോഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ടൈപ്പ് ഹാസ് എ സിംഗിൾ നോൺ ബ്രാഞ്ചിങ് സ്റ്റെം വിച്ച് ഗ്രോസ് അപ്വേർഡ്സ്. എന്താണ്, നേരെ അങ്ങോട്ട് വളർന്നു പോകണം, തെങ്ങ് വളർന്നു പോകണം, നേരെ വളർന്നു പോകും. ദർ സ്റ്റെം ലെങ്തൻ ഫ്രം വൺ സീസൺ ടു അനദർ. എക്സാമ്പിൾ വാൻഡയാണ് അല്ലേ, അതായത് നേരെ ഇങ്ങ് മേപ്പോട്ട് പോവുകയാണ് മോണോപ്പൊടി. ഇനി സിംബോഡി എന്ന് വെച്ചാൽ ദ ടൈപ്പ് ഹാസ് എ റൈസോം ഉണ്ടാവും വിച്ച് ഗ്രോസ് ഹൊറിസോണ്ടലി പ്രൊഡ്യൂസിങ് ന്യൂ ഗ്രോത്ത്, കണ്ടെയ്ൻസ് എ ക്ലംപ് ഓഫ് ഫ്രൂട്ട്സ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ഓഫ് ഏജ്. അപ്പോൾ സിംബോഡിയിൽ എന്താണ്, ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു റൈസോം, പിന്നെ അത് റൈസോം നീളും, ആ റൈസോമിൽ നിന്ന് ബൾബുകൾ നിന്നിട്ട് ഓരോ ബൾബിൽ നിന്ന് വേണമെങ്കിൽ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മോണോപ്പൊടി തന്നെ എക്സ്റ്റെൻഡ് ചെയ്യും. ദ ഗ്രോത്ത് ഓഫ് ഈച്ച് ആക്സിസ് സീസസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഫ്ലവറിങ് സീസൺ. ഡെൻഡ്രോബിയം, കറ്റ്ലിയൊക്കെ എൻ്റെ എക്സാമ്പിളാണ്. നോക്കിയേ ഇത് സിംബോഡിയിലാണ്. ഇവിടെ നോക്കിയേ, റൈസും നീളത്തിൽ പോകണല്ലേ, എന്നിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യണം, മുകളിലേക്ക് ഡെവലപ്പ് ചെയ്യണം. പിന്നെ മോണോപോഡിയൽ എക്സാമ്പിളൊക്കെ ഒറ്റ സ്റ്റെമ്മാണ്, നീണ്ടു ഇങ്ങനെ പോകും, അതിങ്ങനെ നീണ്ടു അങ്ങനെ പോകത്തുള്ളൂ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇത് ഹോറിസോണ്ടലി ഇലോങ്ങേറ്റ് ആണല്ലേ, ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ തന്നെ ബൾബുകൾ ഉണ്ടെങ്കിൽ ബൾബുകൾ വളരും, ഇത് നമ്മൾ ഓരോ പ്ലാന്റായിട്ട് ഇങ്ങനെ വരും. ഇനി സിംബോഡിൽ ഗ്രോത്ത് പാറ്റേൺ നോക്കിയേ, ആദ്യം ഇങ്ങനെ ഉണ്ടാവും, പിന്നെ 2 ഉണ്ടാവും, 3 ഉണ്ടാവും, ഇങ്ങനെ പോകും കേട്ടോ, നീളത്തിൽ പോകും. ഇതൊക്കെ ഓരോ പ്ലാന്റായിട്ട് മാറി. ഇനി നമ്മൾ കേക്കീസ് എന്ന് പറയും, കേക്കീസ് അത് നമ്മൾ പഠിക്കും. ഈ പ്രൊപ്പഗേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും 6 ടൈപ്പ് ഓഫ് പ്രൊപ്പഗേഷൻ ആണുള്ളത്. ഏറ്റവും ആദ്യത്തെ ഓർക്കിഡ്സ് ആർ ഗ്രോൺ ഫ്രം സീഡ്സ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഴ്സ് ഇൻക്ലൂഡിംഗ് ടിഷ്യൂ കൾച്ചർ. ഫോർ കമേഴ്ഷ്യൽ കൾട്ടിവേഷൻ ഇറ്റ് ഈസ് ബെസ്റ്റ് ടു യൂസ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഓർ റെപ്യൂട്ടഡ് നഴ്സറി. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് മച്ച് ഈസിയർ ഫോർ സ്മോൾ സ്കെയിൽ ഗാർഡൻ. പ്രധാനമായിട്ട് നമ്മൾ നഴ്സറിയിൽ നിന്ന് റെപ്യൂട്ടഡ് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മൾ വളർത്താൻ ഏറ്റവും ബെസ്റ്റ്. ഇനി ഒന്ന് നോക്കിയാൽ സ്റ്റെം കട്ടിങ്സ് of 4 to 50 centimeter long with at least 2 well developed aerial roots are ideal. If smaller cuttings are planted, the time taken for flowering will be longer. അപ്പോൾ ഇത്ര 40-50 സെൻറ്റിമീറ്റർ ഉള്ള സ്റ്റെം കട്ട് ചെയ്തിട്ട് അതിനകത്ത് എന്താണ് ഒരു ഏരിയൽ റൂട്ട്, വെലാവൻ റൂട്ട് ഉള്ള ആ സാധനം ഉള്ളത് വേണം നടാനായിട്ട്. അതല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറിങ് നീടുന്നുണ്ട്. ലെയറിങ് നോക്കി നമ്മൾ ഇവിടെ എന്താണ് ലെയറിങ് ചെയ്യാൻ പറ്റുന്നത്, എയർ ലെയറിങ് ചെയ്യാൻ പറ്റും അല്ലേ. is successful in monopodials like vanda stem at about 20 to 30 centimeter below the apex. The wound may be covered with a moist cocoa pit or coir pit. അല്ലെങ്കിൽ coconut husk അത് തന്നെ. The layer can be separated when it strikes root. അപ്പോൾ ഇത് എയർ ലെയറിംഗ് ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. Then division. It involves division of large clumps into smaller units. Each unit should have at least 4 to 5 shoots including old ones. ദിസ് മെത്തേഡ് ഈസ് സൂട്ടബിൾ ഫോർ ഡെൻഡ്രോബിയം ആൻഡ് കാറ്റ്ലിയ. അപ്പോൾ നോക്കിയേ ഡിവിഷൻ എങ്ങനെയാണ്, ക്ലമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് കുറേ കൂടെ. ഇപ്പോൾ ബൾബ് ഓഫിൽ അല്ലെങ്കിൽ ബൾബുള്ള ഒരു സ്റ്റെം കട്ടാലോ അല്ല ബൾബുള്ള ഒരു ഓർക്കിഡിനെ ആലോചിക്കുക. അപ്പോൾ ഒരു ബൾബായി കുറേ കഴിയുമ്പോൾ കുറേ ബൾബുകൾ ഇങ്ങനെ ചുറ്റും കൂടി, അപ്പോൾ അതിനെ ഓരോന്ന് മാറ്റി വീണ്ടും നടുക. അതിനാണ് നമ്മൾ ഡിവിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലമ്പുകൾ വിടിയിച്ചിടുക. ആൻഡ് ഓഫ് ഷൂട്ട് ഓർ കെക്കീസ്, ഇതാണ് നേരത്തെ പറഞ്ഞത്. നോക്കിയേ, some orchids like dendrobiums produce small plants with roots at nodes of pseudobulbs. These are called kekis, meaning babies. These, when sufficiently grown, are to be separated carefully from the mother plant and potted independently, or there may be attached to coconut husk shells and allowed to gain reasonable growth. അപ്പോൾ എന്താണ് ഇങ്ങനെ കേക്കീസ് അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുമ്പോൾ, ഈ പ്ലാന്റിൻ്റെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിനെ പറിച്ച് മാറ്റി കോക്കനട്ട് ഹസ്കിൽ അല്ലെങ്കിൽ
മാറ്റി വളർത്തി കഴിഞ്ഞാൽ വീണ്ടും പുതിയ പ്ലാന്റായിട്ട് മാറും. ദെൻ ബാക്ക് ബൾബ്സ് നോക്കിയേ, അതെന്താണെന്ന് നോക്കിയത്, ഓൾഡർ ഷൂട്ട്സ് ഓർ കെയിൻസ് ഓഫ് സിംപോഡിയൽ ഓർക്കിഡ്സ് വിച്ച് ആർ ലെസർ ആക്റ്റീവ് ഫിസിയോളജിക്കലി ആർ കോൾഡ് ആസ് ബാക്ക് ബൾബ്സ്. അപ്പോൾ ചിലത് ഈ സിംപോഡിയൽ ഇങ്ങനെ കുറേ വരുമ്പോൾ ചില ബൾബുകൾ ഫിസിയോളജിക്കലി ഇനാക്റ്റീവ് ആവും. ദെൻ ദീസ് മേ ബി severed off the mother plants and kept horizontally over the moist medium. After some time they will strike roots and sprout. Then they can be separated and planted. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ബൾബുകൾ മാറ്റിയിട്ട് നേരത്തെ കെക്കീസ് പോലെ എടുത്ത് മാറ്റിയിട്ട് വേറൊരു മീഡിയത്തിലിട്ട് കഴിഞ്ഞാൽ അത് പുതിയ പ്ലാന്റായിട്ട് മാറും. അപ്പോൾ ഇത്രയാണ് 6 എണ്ണമാണ്. സ്റ്റെം കട്ടിംഗ് ഉണ്ട്, ലെയറിംഗ് ഉണ്ട്, ഡിവിഷിംഗ് ഉണ്ട്, പിന്നെ കെക്കീസ് അല്ലെങ്കിൽ ഓർ ഷൂട്ട്സ് ഉണ്ടെങ്കിൽ ബേബീസ് എന്ന് പറയും. ദെൻ ബാക്ക് ബൾബ്സ്. ഇതെന്താണെന്നും എങ്ങനെയാണെന്നും കൂടി ശരിക്കും വായിച്ച് നോക്കി പഠിക്കണം കേട്ടോ, സംശയമില്ലാതെ വിചാരിക്കുന്നു. ഇതാണ് കെക്കീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻഡ്രോബിയത്തിൻ്റെ ഇതാണ് ഡെൻഡ്രോബിയം പ്ലാന്റ് ആണ്. ഓക്കെ, ഇതൊരു ബൾബിന് കുറേ ബൾബുകളുണ്ടായിരുന്ന അടർത്തി മാറ്റിയിട്ടാണ് കേട്ടോ. ഞാൻ പെട്ടെന്ന് നിർത്താം. ബെഡിങ് പ്ലാന്റ്സ് എന്താണ്? ബെഡ് എന്ന് പറയുന്നത് എന്താണ്? തടത്തിൽ വളർത്തുന്ന, ഗാർഡനിൽ തടത്തിൽ വളർത്തുന്ന പ്ലാന്റ്സിനെ നമ്മൾ ബെഡിങ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, എ പ്ലാന്റ് സെറ്റ് ടു എ ഗാർഡൻ ബെഡ് ഓർ കണ്ടെയ്നർ വെൻ ഇറ്റ് ഈസ് എബൌട്ട് ടു ബ്ലൂം, ടിപ്പിക്കലി ആൻ ആനുവൽ യൂസ്ഡ് ഫോർ ഡിസ്പ്ലേ ആൻഡ് ഡിസ്കാർഡ് ആഫ്റ്റർ ദ എൻഡ് ഓഫ് സീസൺ. ഒരു സീസണിലേക്ക് ഒരു തടത്തിൽ വടിച്ച്, ഇപ്പോൾ ഊട്ടിക്കോട്ടെ ഗാർഡനിലൊക്കെ കണ്ടിട്ടുണ്ടാകും, അങ്ങനെ ഒരു തടത്തിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ അവർ മാറ്റും. അതിനാണ് ബെഡിങ് പ്ലാന്റ്സ് പറഞ്ഞു. അങ്ങനെ ബെഡിങ് പ്ലാന്റ്സിൻ്റെ എക്സാമ്പിൾ ഞാൻ കുറച്ച് പഠിക്കുന്നത്. ക്രിസാന്തിമം ഫ്ലവേഴ്സ് ആർ സിംഗിൾ ഓർ ഡബിൾ അവൈലബിൾ ഇൻ അട്രാക്റ്റീവ് കളർ. ഇതൊരു കുറച്ച് പഠിക്കും. ഇപ്പോൾ ക്രിസാന്തിമം മനസ്സിലാവണമെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ആൻഡ് സോളിഡാഗോ പർട്ടിക്കുലർലി നോൺ ആസ് ഗോൾഡൻ റോഡ്സ് പ്രൊഡ്യൂസിങ് പ്രെറ്റി ഗോൾഡൻ യെല്ലോ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതൊക്കെ ബെഡിങ് പ്ലാന്റ്സിന് എക്സാമ്പിൾ പറഞ്ഞ് ഇതിൻ്റെ ഒരു 4 എണ്ണം പഠിച്ചിരിക്കണം കേട്ടോ. അതിനാണ് ഇത്ര പേര്. ജെർബറ സ്റ്റെംലെസ് പെരിനിയൽ ഹെർബാണ് വിത്ത് റാഡിക്കൽ സ്റ്റോക്ക് ലീഫ്. ഫ്ലവർ ഹെഡ്സ് ആർ സോളിറ്ററി വിത്ത് വേരിയിങ് കളേഴ്സ്. ദെൻ ഗസാനിയ പെരിനിയൽ പ്ലാന്റ് ആണ്, അബൌട്ട് 20 സെൻറ്റിമീറ്റർ ഹൈറ്റ് വിത്ത് പോയിന്റഡ് ലീവ്സ് വിത്ത് സിൽവർ ബിയറിംഗ് ബ്യൂട്ടിഫുൾ ഡൈസി ലൈക്ക് ഫ്ലവേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്ര വലിയ എക്സ്പ്ലനേഷൻ വേണമെന്നില്ല, എന്നാലും എന്താണെന്ന് എങ്ങനെയാണ് ഇരിക്കണം എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ദെൻ പെലാർഗോണിയം ഇറ്റ് ഈസ് commonly known as geraniums, a popular herbaceous perennial pot plant grown for the beauty of the flowers propagated by cutting off from seed. ഇത്രയും ബെഡിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ തടത്തിൽ വളർത്തുന്ന പ്ലാന്റ് ആണ്. അതിങ്ങനെ ബ്ലൂം ചെയ്ത് നിൽക്കും, ഓരോ വർഷം കഴിയുമ്പോൾ മാറ്റും. അതിന് എക്സാമ്പിളാണ് ഇത്ര ഉള്ളത്. കുറച്ച് ബെഡിങ് പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ ക്രിസാന്തിമം, ജെർബറ, ഗസാനിയ, പെലാർഗോണിയം, സോളിഡാഗോ. ഇത്രയും പ്ലാന്റുകളുടെ ചിത്രം അല്ലെങ്കിൽ ഈ ഫോട്ടോഗ്രാഫ്സ് ഒന്നും മനസ്സിൽ വിചാരിക്കാൻ മാറിപ്പോരുത്. ഗസാനിയ, ജെർബറ, ക്രിസാന്തിമം, പെലാർഗോണിയം, സോളിഡാഗോ. ഇപ്പോൾ എക്സാമ്പിൾ ചോദിച്ചാൽ ഇതൊക്കെ എഴുതണം. എന്താണ് ബഡിങ് പ്ലാന്റ് എന്നുള്ളത് എഴുതണം, അത് കഴിഞ്ഞിട്ട് എഴുതണം കേട്ടോ. നോക്കിയേ, ഇനി ഫോളിയേറ്റ് പ്ലാന്റ്സ്. അപ്പോൾ ബെഡിങ് പ്ലാന്റ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഗാർഡനിലുള്ളത് ഫോളിയേറ്റ് പ്ലാന്റ്സ് ആണ്. ലീഫിന് ഇമ്പോർട്ടൻസ് ആണ്. ദെൻ അഗ്ലോനീമയാണ്. ദെൻ അരാലിയ, അലോക്കേഷ്യ, കലാത്തിയ. ഇത്രയും ഇതിപ്പോൾ തുടങ്ങി ABC, ഇത് ഞാനതൊന്ന് തുടങ്ങിയുള്ളത് മാത്രം എടുത്ത് കുറേ ഉണ്ട് കേട്ടോ. ഡ്രസീന ഒരു പ്ലാന്റ് ആണ്. ഡ്രസീന നമ്മുടെ ഡ്രസീന സെക്കൻഡറി തോത്ത് പഠിക്കണം, അലോമിന സെക്കൻഡറി തോത്ത് പഠിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റുകൾ ഇപ്പോൾ ഇതിൽ അരാളി, അലോക്കേഷ്യ അല്ലെങ്കിൽ കലാത്തിയ, പിന്നെ അഗ്ലോനിയം, ഇത് ഏതെങ്കിലും ഒരെണ്ണം മനസ്സിൽ വെച്ചിട്ട് വേണം പ്ലാന്റ് പഠിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ മറന്നു പോകും. പിന്നെ നോക്കിയാൽ ഈ ബുക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് 40 MB മറ്റുമാണ് ഉള്ളതെന്ന് തോന്നുന്നു. ഇതൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ്. ഗ്രിനറിൻ്റെ ഫ്ലോറിക്കൾച്ചർ ഡിസൈനിങ് ആൻഡ് എന്താണ് ഫ്ലോറിക്കൾച്ചർ ഡിസൈനിങ് ആൻഡ് മെർക്കൻഡൈസിങ് എന്നുള്ള പുതിയ ഒരു പുസ്തകം, നല്ല ഉഗ്രം പുസ്തകമാണ്. അതിനകത്ത് ഫ്ലോറിക്കൾച്ചർ മാത്രം പഠിച്ചാൽ മതി. റെഫർ ഫ്ലോറിക്കൾച്ചർ ഗ്രിനർ അപ്പൻഡിക്സ് D and E അതായത് പേജ് നമ്പർ 465 ഫോർ മോർ പോട്ടഡ് പ്ലാന്റ്സ് ആൻഡ് ഫോളിയേറ്റ് പ്ലാന്റ്സ്. അപ്പോൾ 5 തുടങ്ങിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ പോട്ടഡ് പ്ലാന്റ്സിന് കുറേ എക്സാമ്പിൾ കാണും, ഫോളിയേറ്റ് പ്ലാന്റ്സിന് കുറേ എക്സാമ്പിൾ കാണും. ഇനി അപ്കമിങ് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ബോൺസായി ഒക്കെ ഇതിനകത്തുണ്ട്, ഈ ബുക്കിലുണ്ട്. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം അതാണ് ജോർജ് അക്വയുടെ എലിമെൻറ്റ്സ് ഓഫ് ഹോർട്ടിക്കൾച്ചറാണ്. അത് നിങ്ങൾക്ക് അയച്ചു തരാം, ചുമ്മാ ഒന്ന് നോക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ അയച്ചതിനൊക്കെ ഒന്നുകൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പ്ലാന്റുകൾ ഇതിൻ്റെയൊക്കെ പേര് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും എളുപ്പമുള്ള പേരുകൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നിർത്താം. ലാസ്റ്റ് 2 സ്ലൈഡ്സ് ആണ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ്
floriculture. Okay, the Indian floriculture market was worth of INR 188.7 billion in 2000. ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത്ര, അതായത് 12.0 യു കെയിൽ, 8.0 യു എസിലാട്ടെ. എന്തായാലും അത്ര ഹ്യൂജ് ആണെന്ന് വിചാരിക്കാം. ദ മാർക്കറ്റ് ഈസ് ഫർദർ projected to reach Indian national rupee INR 557.9 billion by 2025, growing at a CAGR. എന്താണ് CAGR എന്ന് പറഞ്ഞാൽ? കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ് നമ്മൾ CAGR, കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 19.8% ഡ്യൂറിങ് 2025. പക്ഷേ ഈ കൊറോണ ഒന്നുകൊണ്ട് ഇനി അത്രയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ കണ്ടറിയണം. എന്നാലും ഇത് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു പ്രൊജക്റ്റഡ് വാല്യൂ ഇതായിരുന്നു ബിഫോർ കൊറോണ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് ആലോചിച്ച് കാണാം. ദെൻ എ സ്ട്രോങ് ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ കട്ട് ആൻഡ് ലൂസ് ഫ്ലവേഴ്സ് ഹാസ് മെയ്ഡ് ഫ്ലോറിക്കൾച്ചർ ആസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കമേഴ്ഷ്യൽ ട്രേഡ്സ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് ഫ്ലോറിക്കൾച്ചർ മാറി എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു നേട്ടം. ദെൻ വൈൽ എക്സ്പോർട്സ് റിമെയിൻ a key motivator of cultivators, the domestic demand for flowers is also increasing exponentially, especially in the metros and large cities. ഫ്ലവേഴ്സ് എന്നുള്ളത് ഇപ്പോൾ എക്സ്പോർട്ടിനെ കൂടാതെ എന്താണ് ഗംഭീരമായിട്ട് ഉയർന്നിട്ടുണ്ട്. എവിടെ? നമ്മുടെ സിറ്റികളിലൊക്കെ. ഏറ്റവും ഇപ്പോൾ ഫ്ലവർ ഇല്ലാത്തൊരു പരിപാടിയില്ല, എല്ലാത്തിനും ഫ്ലവർ കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്. ദെൻ മോഡേണൈസേഷൻ ആൻഡ് ഗ്രോയിങ് വെസ്റ്റേൺ കൾച്ചർ ഇൻഫ്ലുവൻസസ് ഹാവ് ഡ്രിവൺ കൺസ്യൂമേഴ്സ് ടു ബൈ ഫ്ലവേഴ്സ് on a number of occasions like Valentine's Day, marriages, anniversaries, birthdays, friendship day, Mother's Day, Father's Day. അല്ലേ? നമ്മൾ വെസ്റ്റേൺ കൾച്ചറാണ് ഫോളോ ചെയ്യണത് അല്ലേ? എല്ലാം നമ്മൾ പടിഞ്ഞാറ് നോക്കി പഠിക്കുന്നത് അല്ലേ? പഠിച്ച് ഇപ്പോൾ അവസാനിക്കാറായി. ഇപ്പോൾ അമേരിക്ക നോക്കി പഠിച്ച് നമ്മൾ കൊറോണയിൽ പണി വാളിയിരുന്നേനെ. എനിവേ, അപ്പോൾ നോക്കി ഇത് ആ ഒരു കൾച്ചറിൻ്റെ നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ എന്താണ്, ഞാനൊക്കെ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉണ്ട്. ഇതൊക്കെ ഈ റീസെൻ്റ് ഒറിജിനൽ 10-20 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാ ഡേയ്സും, അമ്മയുടെ ഡേ, അച്ഛൻ്റെ ഡേ, കല്യാണ ആനിവേഴ്സറി, അത് ഇത് ബർത്ത്ഡേ, ഫ്രണ്ട്ഷിപ്പ്, ഇതിനൊക്കെ നമ്മൾ ഒരു ഗിഫ്റ്റായിട്ട് പോകുമ്പോൾ ഫ്ലവേഴ്സാണ് കൂടുതലും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെ ഡിമാൻഡ് ഓഫ് ഫ്ലോറിക്കൾച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുള്ളത് നമ്മൾ. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് എന്താണ് ഈ ഫ്ലോറിക്കൾച്ചർ എന്ന കർഷകർക്ക് ഗുണങ്ങളായി. അത് ആലോചിച്ചോളണം. ലാർജ് സ്കെയിൽ കൺസപ്ഷൻ ഓഫ് ഫ്ലവേഴ്സ് ഈസ് ഓൾസോ ക്യാരിഡ് ഔട്ട് ത്രൂ ഔട്ട് ദ കൺട്രി ഡ്യൂറിങ് റിലീജിയസ് ഫെസ്റ്റിവൽ. അല്ലേ? ഒരു പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അറിയാം അല്ലേ, കാശൊക്കെ ഇല്ലെന്ന ആൾക്കാർ പറയുകയും ചെയ്യാം, റോഡ് മുഴുവൻ മാലകളായിരിക്കും അല്ലേ? ഇങ്ങനെ മുല്ല മാലകൾ, ബന്ദി, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മാരിഗോൾഡാണ്, ബന്ദിയുടെ മാലകളാണ് അല്ലേ? അല്ല, ഓണത്തിനൊക്കെ നമ്മൾ എന്തുമാത്രം പൂക്കളാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഫ്ലോറിക്കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൂട്ടി. ദെൻ അപ്പാർട്ട് ഫ്രം ഈസ്തെറ്റിക് ആൻഡ് ഡെക്കറേറ്റീവ് പർപ്പസസ് എ സിഗ്നിഫിക്കൻറ്റ് എമൗണ്ട് ഓഫ് ഫ്ലവർ കൺസപ്ഷൻ ഓൾസോ ടേക്ക് പ്ലേസ് ഇൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ. എങ്ങനെയാണ് നോക്കിയേ? ദിസ് ഇൻക്ലൂഡ് ഫ്ലവേഴ്സ് അല്ലേ, മണം ഉണ്ടാക്കുന്ന സാധനം, ഫ്രാഗ്രൻസസ്, നാച്ചുറൽ കളർ, മെഡിസിൻ എക്സെട്ര. We expect the consumption of these products to increase continuously during the forecast period, creating a positive impact on the floriculture industry. അപ്പോൾ ഈ നമ്മൾ ഫ്രാഗ്രൻസിന് നമ്മുടെ മണം, അതായത് സെൻറ്റുകൾ ഉണ്ടാക്കാൻ, അതായത് ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ അത്ര ഉണ്ടാക്കണില്ല. എങ്ങനെയാണ്? ആ മുല്ലപ്പൂ എന്നുള്ളതാണ്, കെമിക്കൽ ഇല്ലെന്നല്ല, എന്നാലും റോസിൻ്റെ പനിനീർ ഉണ്ടാക്കണം. അതുപോലെ നാച്ചുറൽ കളറിന് വേണ്ടി ഇതൊക്കെ പിഗ്മെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലവർ ആസച്ചല്ല ഇങ്ങനെയും ചില കമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നെ ഇവോൾവിംഗ് ന്യൂ ഹൈ yielding വെറൈറ്റി സ്പെഷ്യലി ഫോർ പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ. ദിസ് വിൽ പ്രിവെൻറ്റ് ഹെവി റോയൽറ്റി ഫ്രം ഇമ്പോർട്ടഡ് വെറൈറ്റീസ്. അപ്പം ഹൈ yielding വെറൈറ്റീസ് ഒക്കെ നമ്മളിപ്പോൾ കൾട്ടിവേറ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ജർമ്മനിയിൽ നിന്നും ഇറ്റലിയിൽ നിന്നുള്ള ഫ്ലവേഴ്സൊന്നും, ട്യൂലിപ്പ് ഫ്ലവേഴ്സ് അല്ലേ, ട്യൂലിപ്പല്ല ടർണിപ്പ, ട്യൂലിപ്പ്, അതൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ നമ്മുടെ രാഷ്ട്രപതി ഭവനിലൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശരിക്കും ഇമ്പോർട്ടഡ് പ്ലാന്റ്സ് ആണ്. ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ക്രോപ്പ് സ്പെസിഫിക് ഗ്രീൻ ഹൗസ് കൾട്ടിവേഷൻ പ്രാക്ടീസസ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നു. ഗ്രീൻ ഹൗസിലേക്ക് വളർത്തുന്നു, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, വീണ്ടും വളർത്തുന്നു. ഇതിന് ഏറ്റവും പ്രധാനമായ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി നീഡ് ടു ബി ക്രിയേറ്റഡ് അറ്റ് ദ എയർപോർട്ട്സ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻസ് along with the cold refrigerated vans or trucks and compartments for transportation via റോഡ് ബേസ് ആൻഡ് റെയിൽവേസ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലോറിക്കൾച്ചർ എന്നുള്ളൊരു ഭാഗം ഫ്യൂച്ചർ വളരെ ഗുണകരമായിരിക്കുകയാണെങ്കിൽ നമുക്കൊരു തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല എന്നുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഈ പൂക്കളും ഈ ഇലകളും കണ്ട് നമുക്ക് സന്തോഷിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.